130-ലേറെ വർഷം പഴക്കമുള്ളതാണ് പട്ടാമ്പി കോളേജ്. കഴിഞ്ഞ 9 വർഷങ്ങൾ കോളേജിൻ്റെ സർവോന്മുഖമായ മാറ്റത്തിൻ്റേതായിരുന്നു, പ്രത്യേകിച്ച് ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിൽ. ഏകദേശം 54 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് സർക്കാരിൻ്റെ തനത് ഫണ്ട്, പ്ലാൻ ഫണ്ട്, കിഫ്ബി, റൂസ, MLA നൽകിയ ധനസഹായങ്ങൾ എന്നീ നിലകളിൽ കേരള സർക്കാർ നൽകിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 39 കോടി ചിലവഴിച്ച് 1.82 ലക്ഷം ചതുരശ്ര അടിയിൽ സയൻസ് ബ്ലോക്ക് നിർമ്മിച്ചത്. ലാബുകൾ, സെമിനാർ ഹാളുകൾ, അധ്യാപകർക്കും ഗവേഷകർക്കും ഇരിക്കാനുള്ള മുറികളടക്കം മനോഹരമായ രൂപമാതൃകയിലുണ്ടാക്കിയ ഈ കെട്ടിടം പൊതുസമൂഹത്തിൻ്റെ തന്നെ വലിയ നേട്ടമായി. കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതിയായ റൂസ മുഖേന 2 കോടി രൂപ കോളേജിന് ലഭിക്കുകയുണ്ടായി. ഇതിലുൾപ്പെടുത്തി IT ഹബ്, ക്ലാസ് റൂമുകളുടെ നവീകരണം, ലൈബ്രറി റെഫറൻസ് സെഷൻ, പുതിയ കിണർ, ആൺകുട്ടികളുടെ ടോയ്ലറ്റ്, സോളാർ പ്രോസസ് പ്ലാന്റ്, ബയോഗ്യാസ് യൂണിറ്റ്, മഴവെള്ള ശേഖരണം തുടങ്ങിയവ പൂർത്തിയാക്കി. ലബോറട്ടറി ഉപകരണങ്ങളും TV-കളും പ്രൊജക്ടറുകളും വാങ്ങി. ഷട്ടിൽ കോർട്ട് നവീകരിക്കുകയും കായികോപകരണങ്ങൾ വാങ്ങുകയും ചെയ്തു. ക്ലാസ് റൂമുകളെ കാലത്തിനനുസരിച്ച് നവീകരിച്ചു. സ്മാർട്ട് TV-കൾ, പ്രൊജക്ടറുകൾ, ഇൻ്ററാക്റ്റീവ് ബോർഡുകൾ ഉപയോഗിച്ച് ക്ലാസ് മുറികളെ വിർച്വൽ ലോകത്തേക്കുള്ള വാതിലുകളാക്കി മാറ്റി. MLA ഫണ്ടിൽ നിന്നും കോളേജിന് 20 ലക്ഷം രൂപ ഉപയോഗിച്ച് പുതിയ ഗേറ്റ് നിർമ്മിച്ചു. മനോഹരമായ ഒരു ഓപ്പൺ ഓഡിറ്റോറിയവും 26 ലക്ഷം രൂപയുടെ ഒരു ബസ്സും MLA ഫണ്ടിൽ നിന്നും ലഭിക്കുകയുണ്ടായി. MP ഫണ്ടിൽ നിന്നും 28 ലക്ഷം രൂപയുടെ മറ്റൊരു ബസ്സും ഇതേ കാലയളവിലാണ് കോളേജിന് ലഭിച്ചത്. വിദ്യാഭ്യാസം ഒരേ സമയം സമത്വപരവും സുരക്ഷിതവുമാകേണ്ടതുണ്ട്. 20 ലക്ഷം ചെലവഴിച്ച് CCTV സംവിധാനവും ഭിന്നശേഷി സൗഹൃദ റാമ്പും ലിഫ്റ്റുമൊക്കെ ഇതിൻ്റെ ഭാഗമായി കോളേജിൽ സ്ഥാപിച്ചു. പുതിയ സംസ്കൃത ബ്ലോക്കും ഇൻഡോർ സ്റ്റേഡിയവും നിർമ്മാണം തുടങ്ങുന്നതിൻ്റെ വഴിയിലാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ ഏതു പുതിയ മാറ്റത്തെയും സ്വീകരിക്കാൻ ശേഷിയുള്ള ഒരു ഭൗതിക സാഹചര്യം കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ പട്ടാമ്പി കോളേജിന് കൈവന്നിട്ടുണ്ട്.